നമ്മളെ വീട്ടിലും ചുറ്റുപാടുള്ള കുട്ടികളെ എടുത്ത് നോക്കുമ്പോൾ നമുക്കിന്ന് കാണാൻ പറ്റുന്ന മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ മൊബൈൽ ഫോൺ, TV, ഈ കമ്പ്യൂട്ടർ പോലുള്ളവയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനാണ് ഈ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ കൊറോണ സമയത്ത് എല്ലാ കുട്ടികളുടെയും പഠനം ഓൺലൈൻ ക്ലാസ് വഴിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഒട്ടുമിക്ക കുട്ടികളുടെയും പാരൻസ് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്, എൻ്റെ കുട്ടി ഒരുപാട് സമയം ഫോൺ യൂസ് ചെയ്യുന്നത്, അവന് ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, അവൻ പഠിക്കാൻ ഭയങ്കര പുറകോട്ടാണ്, അവനോട് അത് മാറ്റിവെക്കാൻ പറയുന്ന സമയത്ത് അവന് ഭയങ്കര ദേഷ്യവും വാശിയെല്ലാം കാണിക്കുന്നുള്ളത്. ഈ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാവാൻ ഒരു പരിധിവരെ കാരണമാവുന്നത് ഈ പാരൻസ് തന്നെയാണ്. അവരുടെ ബിസി ആയിട്ടുള്ള ഈ ഷെഡ്യൂളിനിടയ്ക്ക് കുട്ടിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് കുട്ടി അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടോ അവർ ഈ ഫോൺ കുട്ടീൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. അതെന്ന് പറയുന്നത് കുട്ടീനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. അതുപോലെ തന്നെ ഈ സ്ക്രീൻ അഡിക്ഷൻ കുട്ടിക്ക് തന്നെ കുറയ്ക്കാനായിട്ട് കഴിയില്ല. അപ്പം അത് അവരുടെ സ്ലീപ്പിൽ പ്രശ്നം ഉണ്ടാവും, സ്പീച്ചിൽ ഡിലേ ഉണ്ടാവും. ഈ യൂട്യൂബ് പോലുള്ളത് കാണുന്നത് വഴി ആ കുട്ടിയുടെ വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്പീച്ചിൽ ഡിലേ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ കുട്ടിക്ക് എപ്പം ഫുഡ് കഴിക്കണം എന്നുള്ളത് പോലും ഓർമ്മയില്ലാതാവുന്നു. ഈ അറ്റൻഷനിലും അതുപോലെ തന്നെ കോൺസെൻട്രേഷനിലും പ്രശ്നം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് പഠനത്തിലുള്ള ഇൻട്രസ്റ്റും കുറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ക്രീന് നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് കുട്ടിക്ക് ഈ ആങ്കർ ബിഹേവിയറും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാകുന്നുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. ഈ സ്ക്രീൻ യൂസിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ കുട്ടിക്ക് കൊടുക്കുക. കുട്ടിയുടെ ഈ സ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക ടൈം ലിമിറ്റിലേക്ക് മാത്രമായിട്ട് മാറ്റുക. ബാക്കിയുള്ള സമയം കുട്ടിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ഇപ്പോൾ കുട്ടികൾക്ക് ഡ്രോയിങ്, കളറിങ് പോലുള്ള കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളിൽ കുട്ടിക്ക് കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടുവരിക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടീൻ്റെ റൂമിലുള്ള എല്ലാ തരത്തിലുള്ള സ്ക്രീനുകളും നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കുട്ടിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറി ബുക്സോ ടോയ്സസോ നമ്മൾ അവിടെ വെക്കുക. പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടീൻ്റെ മുമ്പിൽ നിന്ന് സ്ക്രീൻ യൂസ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്.